വെച്ച് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് മുൻപ് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാം. സ്റ്റുഡൻസ് എന്നിങ്ങനെയുള്ള ആശങ്കകൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു കൃത്യമായ ഉത്തരമാണ് കല്യാശ്ശേരിയിൽ ഈ മാസം തന്നെ തുടക്കത്തിൽ തൃത്താല മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവരുടെ മണ്ഡലത്തിൽ സ്റ്റുഡൻറ് സഭ നടത്തിയപ്പോൾ ഞങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് പലപ്പോഴും എങ്ങനെയായി മക്കളെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചാടി പെട്ടെന്ന് പാടിക്കോണം, ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ നമ്മുടെ സ്റ്റുഡൻറ് സഭ അല്പസമയത്തിനകം ആരംഭിക്കുക. ഇവിടെ 6 മാസമായി സ്റ്റുഡൻറ് സഭയുടെ പലതരത്തിലുള്ള അല്ലെങ്കിൽ 5 മിനിറ്റിൽ താഴെ നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിൽ എങ്ങനെയാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ വികസന പദ്ധതികൾ വേണം എന്നാണ് 140 മണ്ഡലങ്ങളിലേക്കും ഈ സ്റ്റുഡൻറ് സഭയെ എത്തിക്കണം എന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ കൂടി ഫലമായിട്ടാണ് കല്യാശ്ശേരി മണ്ഡല സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയും അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ ഫാദറുണ്ട്. ഇവരെല്ലാം നമ്മൾ വളരെ ചുരുങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര നാടിൻ്റെ വികസനത്തിന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഏറെ പ്രിയങ്കരനായ MLA, നിങ്ങളേവരെയും അല്ലെ ഒരുപാട് അതിനൊരു ആക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ മറ്റേ കേരളത്തിനെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഏറ്റവും നമ്മളൊരു ഉദ്യോഗസ്ഥരുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉത്തരവാദിത്തം ഒരു മനസ്സുക്ക് വേണം. നമ്മുടെ ഒരു ഫേമസ് ആയിട്ടൊരു ഇതുണ്ട്, ഒരു ഫ്രഞ്ച് ഫിലോസഫർ വോൾട്ടയർ ഒരു വാചകം കൂടി ഞാൻ പറയുകയാണ്. അതായത് I will not agree with what you tell, but I will agree to the death you are right to tell എന്നാ പറയാം. നിങ്ങൾ പറയുന്നത് ഞാൻ ചിലപ്പോൾ അംഗീകരിച്ചോളന്നില്ല, പക്ഷെ നിങ്ങൾ പറയാനുള്ള അവകാശത്തെ, നിങ്ങൾക്കുള്ള അവകാശം ഞാൻ അവസാനം വരെ ഞാൻ അംഗീകരിക്കുന്നു. ഫാദർ രാജൻ ഫാസ്റ്റർ സാർ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജറാണ്. ഏറെ സന്തോഷത്തോടെ പരിപാടി നടത്താൻ നമുക്ക് ഈ സ്ഥലം അതിൻ്റെ മുഖ്യമായി പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട യങ് ആൻഡ് എനർജറ്റിക് MLA വിജിൻ സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ കൈയടിച്ചോ. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും, ഈ സാറ് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. ഈ ഒരു സഭയിലൂടെ നിങ്ങൾ നാടിൻ്റെ ഗതി മാറ്റുവാനായിട്ട് ഒരു നാന്ദി കുറിക്കട്ടെ. അത് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 2-3 കാര്യങ്ങൾ. നിങ്ങൾ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആ സൈലന്റ് മോഡിലേക്ക് വെച്ചാൽ ബാഗിനകത്ത് വെക്കുക. 2 മണിക്കൂർ കയ്യിൽ മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ 2 മണിക്കൂർ ദയവായി മൊബൈൽ ഉപയോഗിക്കരുത്. പിന്നെ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പറയാനുള്ള കാര്യം മനസ്സിൽ ഫ്രെയിം ചെയ്യുക, വളരെ നീട്ടിക്കൊണ്ട് പോകുക. പിന്നെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നോട്ട് ചെയ്യുന്നു. ആ കാര്യം അതിന് ഒരു കാര്യം കൂടി നമുക്കറിയാം. സ്റ്റുഡൻറ് സഭ 140 മണ്ഡലത്തിലും നടത്തണമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ആഗ്രഹം. പക്ഷെ 140 മണ്ഡലത്തിലും നടത്താൻ സാധിക്കില്ല. എന്തുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കേൾക്കാനായി നിങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി എത്തിയിട്ടുണ്ട്. ഒരേ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പേ വിജിൻ സാർ പറയുകയുണ്ടായി, എൻ്റെ മണ്ഡലത്തിൽ ഇത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ
അതിന് പല ദിവസങ്ങൾ നോക്കി നിങ്ങൾ ഏറ്റവും നല്ല വിജയം. ഒന്ന് കൈയടിച്ചേ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക്. അടുത്തതായി നിങ്ങളോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്ത് നടത്തുമ്പോൾ അധ്യാപകർ ഒരുപാട് ചോദ്യങ്ങളും എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ അധ്യാപകർ പോലും അങ്ങനെയുള്ള പരാതികളൊന്നും പറഞ്ഞില്ല. ഒരല്പം വൈകിയതിനെ കുറിച്ചുള്ള പരാതികളുണ്ട്. അതല്ലാതെ എല്ലാവരും അധ്യാപകർ നിങ്ങൾക്കൊപ്പം ഉണ്ടായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നല്ലൊരു കൈയ്യടി. അതോടൊപ്പം പഞ്ചായത്ത് ഇവിടെയുള്ള അതാണ് പ്രതീക്ഷിച്ചത്. ആരാണ് സ്റ്റുഡൻറ് സഭയിൽ? ഓക്കെ, മോളുടെ പേര് നമ്മളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ നടുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇരിക്കുന്നു. അദ്ദേഹം അത് കേൾക്കും. അദ്ദേഹത്തിന് മൈക്കുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും അപ്പോൾ തന്നെ സാധിക്കുമെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് പ്രിയപ്പെട്ടു. ആദ്യം ഗേൾസ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് അത്രയധികം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ സ്ഥാപനം, എൻ്റെ വിദ്യാലയം തിരഞ്ഞെടുത്ത വിഷയം എന്നത് പരിസ്ഥിതി ടൂറിസം എന്നതാണ്. അതിൽ മാടായിപ്പാറ സംരക്ഷണം എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ കല്യാശ്ശേരി മോഡൽ എന്നത് കേരളത്തിൽ വെല്ലുവിളികളുണ്ട്. അത് ഇല്ലാതാക്കാനായി എൻ്റെ വിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ: 1. ബയോ വിസിറ്റ്, ജൈവ സന്ദർശനം എന്ന ആശയം നടപ്പിലാക്കി. അതുപോലെ മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം പോലെ ഗ്രീൻ പ്രൊഹിബിഷൻ എന്ന പേരിൽ ഹരിത നിരോധനം ഏർപ്പെടുത്തുക. അതുപോലെ ജൂതക്കുളത്തിന് ചുറ്റും മതിൽ കെട്ടുക. അതുപോലെ മറ്റൊരു ശ്രമമായി ഇല്ലാതാക്കുന്നതിനായി ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുക. പാറയുടെ സംരക്ഷണം പഞ്ചായത്തിനെ ഏൽപ്പിക്കുക. അതുപോലെ റെസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള റോഡ്, അതായത് ഗേൾസ് സ്കൂളിന് സമാന്തരമായി നീട്ടുകയും മാടായിക്കാവ് ITI അതുപോലെ വാട്ടർ ഓഫീസ് തുടങ്ങിയ വടക്ക് പ്രദേശങ്ങളിലേക്കുള്ളവ ഒറ്റ റോഡിനാൽ ബന്ധിപ്പിക്കുകയും നിലവിലുള്ള ചെറു റോഡുകൾ സന്ദർശക വീതികളായി അനുവദിക്കുകയും ആ പാറയുടെ ജൈവ വൈവിധ്യത്തെ തന്നെ അപകടത്തിലാക്കുന്നതാണ്. നമുക്കത് ചേർന്ന് നിൽക്കണം. ക്യാമ്പസുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ വരാൻ വേണ്ടി പോവാം. ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ അതായത് ക്യാമ്പസിനെ മാലിന്യമുക്തമാക്കാനാണ് പ്രധാനമായും നമ്മൾ ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയന് രൂപം കൊടുത്തത്. അതിപ്പോൾ സെൻറ് ജോസഫ് കോളേജിൽ രൂപീകരിച്ചു. പയ്യന്നൂർ കോളേജിലാണ് അതിൻ്റെ ആദ്യമായ രൂപീകരണം നടന്നത്. അതിൻ്റെ ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊക്കെ പൂർത്തീകരിച്ചു. വളരെ വേഗതയിൽ തന്നെ മണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഗ്രീൻ ബ്രിഗേഡ് ഈ ആശയം എന്ന് പറയുന്നത് NSSനെ എല്ലാം പോലെ തന്നെ ഒരു കുട്ടികളുടെ ഒരു പുതിയ സംവിധാനം, ഒരു കോർഡിനേറ്ററെ കൂടി വെച്ചുകൊണ്ട് സംവിധാനമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഗ്രീൻ ബ്രിഗേഡും അതേപോലെ തന്നെ NSSും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാടായിപ്പാറയെ മാലിന്യമുക്തമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം. അത് ഫണ്ടിൽ നിന്ന് 1,25,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് മാടായി കാവിലേക്ക് അതിമനോഹരമായിട്ടുള്ള റോഡ് നിർമ്മിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പദ്ധതി അത് വിഭാവനം ചെയ്ത് കഴിഞ്ഞു, ഫണ്ട് പാസ്സാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പഠന ആശയത്തിൽ നല്ലതായിട്ട് തോന്നിയതാണ് ഈ മാടായിപ്പാറയിലേക്കുള്ള ഒരു പ്രവേശനത്തിന് കവാടം. മാടായിപ്പാറയുടെ ഉള്ളിൽ നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ ഒരു ഇടപെടലും ഉണ്ടാക്കാം. താങ്ക് യു സാർ, താങ്ക് യു. അതോടെ ഒറ്റ കാര്യം, ഫയർ സ്റ്റേഷൻ്റെ ആവശ്യം വളരെ പ്രധാനമായി പറഞ്ഞു. ഇതിൽ നമുക്ക് ബുദ്ധിമുട്ട് ഫയർ സ്റ്റേഷൻ വിദ്യാർത്ഥികൾ വരുന്നത് മിക്കവാറും നടന്നിട്ടാണ്. ഈ നടന്നു വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിദ്യാർത്ഥികൾ നടന്നു വരികയോ അല്ലെങ്കിൽ പോവുകയോ മറ്റുള്ള സ്കൂളുകളിലൊക്കെയുള്ള റോഡുകൾ എന്ന് വെച്ചാൽ നേരെ തൊട്ടില്ല എന്ന മട്ടിലൂടെയാണ് ഈ വാഹനങ്ങൾ പലതും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നടപ്പാതയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഏറെ രൂക്ഷമായി മാറുകയാണ്. ഡ്രെയിനേജ് കുഴികളാണ്. ഈ ഡ്രെയിനേജ് കുഴിയും മറികടന്ന് ചാടിക്കഴിഞ്ഞാൽ അത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലം പോലും കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു പ്രശ്നമാണ് ഞങ്ങളെ ഏറെ ഇതാക്കുന്നത്. ഇത് ഏറെ ഭീകരമായി മാറുന്ന ഒരു കണക്ക് പ്രകാരം 2022 മുതൽ 2025 വരെ മാത്രം നടന്നിട്ടുള്ള വാഹനാപകടത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് വരേണ്ട പല അഡ്മിഷനുകളും മറ്റു സ്കൂളുകളിലേക്ക് മാറി പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഏറെ ഗൗരവകരമായിട്ട് തന്നെ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ ശ്രീ അഭിഷേക് വളരെ
പ്രസക്തമായൊരു വിഷയമാണ് MLA മുമ്പിൽ പോകുന്ന റോഡ് ഹിബി റോഡാണ്. BMBC ലെവൽ ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു റോഡാണ്. അപ്പോൾ അഭിഷേകം പറഞ്ഞൊരു പരിഹരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് വിദ്യാഭ്യാസം ഉന്നതമായിട്ട് വേണ്ടത്. പിന്നെ മറ്റൊന്നാണ് കൾച്ചറൽ സെന്റേഴ്സ്. അതായത് ചെറിയ വയസ്സിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ അഭിരുചി അനുസരിച്ച് 50 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ തിങ്ങി കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡുകൾക്ക് പ്രാധാന്യം നൽകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾ 45 ഒരു മണിക്കൂറെല്ലാം ഒരു ക്ലാസ് ഇരുന്ന് കേൾക്കുന്നത്. മറുപടി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ അരുൺ കെ വിജയൻ IAS അദ്ദേഹം നമ്മളോട് കേട്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സഭയുടെ പ്രതിനിധിയുടെ വാക്കുകൾ പറഞ്ഞു നൽകുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മണ്ഡലത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെയുള്ളത്. ഇതിൽ സ്കൂളിലായാലും കോളേജിലായാലും പഠിക്കുന്ന വിദ്യാർത്ഥി കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 3 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന അങ്ങനെ ആഗ്രഹങ്ങൾ നടക്കുന്നു. പല രാജ്യത്തിലെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 500-600ഓളമുള്ള നമ്മുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് വരുന്ന വകുപ്പുകൾ മാത്രമല്ല ഓരോ വകുപ്പും. ഇപ്പോൾ നേരത്തെ സംസാരിച്ച കോളേജുകളുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോളേജുകളുടെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ വകുപ്പ് മാത്രമല്ല ഇത് നോക്കുന്ന പാർലമെന്ററി കമ്മിറ്റികൾ കൂടിയുണ്ട്. കൊണ്ടാണ് നേരിട്ടെത്താൻ കഴിയാതെ പോയത്. തുടർന്ന് നമ്മുടെ യാത്രയിൽ ഞാൻ എത്തുമ്പോഴേക്കും വൈകി പോകുന്നത് കൊണ്ടാണ്. സ്റ്റുഡൻറ് സഭയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട MLA വിജിൽ പകർന്നു നൽകുന്നതിന് സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം സ്റ്റുഡൻസ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഉദ്ദേശം ഈ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ നൽകുക എന്നുള്ളതാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പല ആശയങ്ങളുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാവും, പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. അതിനെല്ലാം ഒരുമിച്ച് പുലരാനുള്ള ഇടമാണ് ജനാധിപത്യം നൽകുന്നത്. അതുള്ളപ്പോഴേ അത് ജനാധിപത്യമാകും. അത് ജനാധിപത്യം ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു മുൻപാധിയാണ് സ്വതന്ത്ര ചിന്ത. നിർഭയമായിട്ട് താല്പര്യം കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇതിനുവേണ്ടി ഒരു താല്പര്യമെടുത്തത്. ശ്രീ M. വിജയന്റെ ഈ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിനും താല്പര്യത്തിനും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു മാതൃകാ ജനപ്രതിനിധി എന്ന നിലയിൽ ഉള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ സ്റ്റുഡൻറ് സഭ ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മറ്റൊരവസരത്തിൽ നേരിട്ട് നെല്ലിയാശ്ശേരി മണ്ഡലത്തിൽ ശ്രീ വിജയന്റെ പരിപാടി പങ്കെടുക്കാം എന്നുകൂടി ഉറപ്പു നൽകുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല ഊർജ്ജസ്വരമായ നിയമസഭയുടെ രംഗം എന്ന നിലയിൽ അദ്ദേഹം ക്ഷണിച്ച പരിപാടി പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. മറ്റൊരവസരത്തിൽ എത്തിച്ചേരാം എന്നുകൂടി ഉറപ്പു തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാർത്ഥം. എൻ്റെ പേര് അനശ്വര. ഞാൻ VK നായനാർ മെമ്മോറിയൽ മോഡൽ കോർപ്പറേറ്റ് നല്ല ടൈറ്റാണ്. പിന്നെ ലാബ് സൗകര്യങ്ങൾ കൂട്ടണം. അങ്ങനെ ഇപ്പോൾ നമ്മളെ കോളേജ് ഗേറ്റ് അതുപോലെ ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. കോളേജിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്ഥലമുണ്ട്, പക്ഷേ ആദ്യം പറഞ്ഞു ഗ്രീൻ ബ്രിഗാഡ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അത് കുറച്ചും കൂടി മനോഹരമായിട്ട് നടത്താൻ പറ്റുന്നതാണ്. പലപ്പോഴും കോളേജ് സ്കൂളുകളായതുകൊണ്ട് വളരെ മനോഹരമായി നിർമ്മിക്കപ്പെടുമ്പോഴും വളരെ എന്താ പറയുക പരിപാലിക്കാത്ത രീതിയിൽ കോളേജ് ബ്യൂട്ടിയെ മാനേജ്മെന്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും പലപ്പോഴും കോളേജ് കാണാറുള്ളത്. അപ്പോൾ NSS ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് അവർ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഗവൺമെൻറ് കുറേ തസ്തികൾ ഇപ്പോഴും ഒഴിഞ്ഞു നടക്കുകയാണ്. അതിലേക്കുള്ളത് എത്രയും പെട്ടെന്ന് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് പഠനാവശ്യം ഏറ്റവും കൂടുതൽ വരും. ഒരു വിദ്യാർത്ഥി ഉപജില്ലയിൽ ചെറുതാഴം പഞ്ചായത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നതാണ് ചെറുതാഴം
ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്ര പ്രതിനിധികൾ, വിദ്യാർത്ഥി നേതാക്കൾ, അതുപോലെ തന്നെ പിന്നെ മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ് റിലാക്സ് ചെയ്യുന്നതായിട്ട് പ്രത്യേക നിരന്തരം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ കല്യാശ്ശേരി മണ്ഡലത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നോട്ട് നിൽക്കുന്ന സ്ഥലമാക്കി മാറ്റുക. അവിടെ സാമൂഹ്യ വിദ്യകളുടെ കടന്നുവരവ് യഥാർത്ഥം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് മുകൾ തലത്തിലെ കാടുകളിലും നിരവധി കുപ്പിച്ചിലുകളാക്കി കുട്ടികൾക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട സ്കൂളിൻ്റെ ബാക്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് നമ്മുടെ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആവശ്യം എന്ന് പറയുന്നത് സ്കൂളിലൊരു ഹെൽത്ത് നഴ്സിൻ്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിൽ ഒരു പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരണം. പറയുകയാണെങ്കിൽ പട്ടോത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ തളിപ്പറമ്പ് വഴി ചുറ്റിയിട്ടാണ് കൊട്ടിൽ സ്കൂളിലേക്ക് വരുന്നത്. എനിക്കിവിടെ പറയാനുള്ളത് ഇപ്പം തന്നെ 2-3 ആൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ AI കുറിച്ചും പിന്നെ PSC ക്യാമ്പിനെ കുറിച്ചാണ് പറയാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അത് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് വെല്ലുവിളികളെ നേരിടാൻ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ശുചിത്വത്തിന് പ്രാധാന്യം നൽകുകയും വേണം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ മുൻനിർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ ക്രൈം പോലുള്ള വിഷയങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കണം. കലാകായികപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സ്കൂൾ ഡെവലപ്മെന്റ് കേന്ദ്രങ്ങൾ കൂടി നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ പുതിയൊരു മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ടോ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. മുന്നാടി നെല്ലും പറിച്ചോണ്ടും വന്നേ തകതാര തകതാര ദിത്തൈ താര താരാരോ തകതാര താര താര ദിത്തൈ താര താരാരോ തക തക താര തകതാര ദിത്തൈ താര താരാരോ തകതാര താര താര ദിത്തൈ താര താര അമ്മയെ നോക്കിയിരുന്ന് എന്ന കറുപ്പുള്ളമ്മ മുന്നാൾ നെല്ലും പറിച്ചോണ്ടും വന്നേ തകതാര തകതാര ദിത്തൈ താര താരാരോ തിളപ്പിച്ച് എന്റെ മുന്നാടി നെല്ലില്ലേ അടുത്തിരും ചുറ്റിലും കുഞ്ഞുങ്ങളെ പോലെ ഇറങ്ങിയേ തകതാര തകതാര ദിത്തൈ താരാരോ തകതാര താര താര ദിത്തൈ താര താരാരോ തക തക താര തകതാര ദിത്തൈ താര താരാരോ തകതാര താര താര ദിത്തൈ താര താരാരോ. ഞാൻ എൻ്റെ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടേ. 5-8 മക്കൾ എൻ്റെ അമ്മ വരുമ്പോൾ നിറയത്തിരിക്കണുണ്ടേ. ഞാൻ എൻ്റെ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. തക തക താര തക താര ദിത്തൈ താരാരോ തക താര 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 ദിത്തൈ താര താരാരോ തക തക താര തക താര ദിത്തൈ. മാളയപ്പാറയുടെ ചരിത്രത്തിനെ പറ്റിയോ ജൈവവൈവിധ്യത്തിനെ പറ്റിയോ സംസ്കാരത്തെ പറ്റിയോ ഒന്നും അറിയില്ല. അപ്പം മാളയപ്പാറയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് പഠനം ചെയ്തവരുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങി പോകും. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കൾച്ചറൽ ഗാലറി ഞങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനുള്ള പദ്ധതികൾ കൃത്യമായി ആവശ്യമില്ല. അപ്പോൾ ബജറ്റിലൊക്കെ കുറേ ഫണ്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള നടപടികൾ വേണം. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കാർഡിയാക് വിഭാഗം ഏഷ്യയിലെ തന്നെ മികച്ച യാത്രാ സൗകര്യം ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ വരുന്നത് കുറഞ്ഞ് അവർക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള സാഹചര്യമോ പരിശീലനമോ നമുക്ക് എടുക്കുന്നില്ല. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട MLA പങ്കുവെക്കാനുള്ളത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാലയത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് DB റൂട്ടിലെ ഗതാഗത കുറുക്ക് തടസ്സമായി തീരുന്നുണ്ട്. മാളയപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ വിനോദസഞ്ചാരികൾ വരികയാണെങ്കിൽ ഈ റൂമിൽ കയറിയാൽ തന്നെ അതിന്റെ മാളയപ്പാറയെ കുറിച്ച് അറിയാനുള്ള ഫോട്ടോസ് നേരിട്ട് ജനപരിചയത്തിൽ കാണുന്നത് കാര്യങ്ങൾ പ്രൗഢമായി അവതരിപ്പിക്കാൻ പ്രകോപനമില്ലാതെ സഭയുടെ എല്ലാം അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയെ പാർലമെന്റ് ജനാധിപത്യത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുകയാണ് എല്ലാവിധ മക്കളും ആശംസിക്കുന്നത്.
ഈ സംസാരിക്കാൻ ഇല്ലാത്തത് ഇവിടെ കത്ത് രാധാകൃഷ്ണനാണ് ഇങ്ങോട്ട് പോകുന്നതോട് ഇങ്ങനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ ഒന്നേ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ മനസ്സ് പങ്കുവെച്ചു. ഇത് നേരത്തെ പറഞ്ഞ പോലെ നിമിഷം വളരെ മനോഹരമായി പാടി നമ്മുടെ സ്റ്റുഡൻറ്റിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ സ്റ്റുഡൻറ് സഭ ഈ സെഷൻ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ആദ്യം വൃത്തിയായി സൂക്ഷിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആഹാരത്തിന് വേണ്ടി എല്ലാവർക്കും പിരിയാം, ആഹാരം കഴിക്കുക, തിരിച്ചിവിടെ തന്നെ അത് അസംബിൾ ചെയ്യണം. നമുക്ക് അതിനുശേഷം നിങ്ങളുടെ മെമൻറ്റോ, സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നൽകാനുണ്ട്. നമ്മുടെ ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഊർജ്ജത്തോടുകൂടി നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് വരിക. ഓക്കെ, മോളെ ഞാൻ പറഞ്ഞ 10 കുട്ടികൾ ആഹാരത്തിന് ശേഷം എന്നെ വന്ന് കാണണം. അത് നിർബന്ധമായും കണ്ടാൽ മാത്രമേ എനിക്ക് അവരുടെ പേരുകൾ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആഹാരത്തിന് ശേഷം എന്നെ വന്ന് കാണണം ആ 10 കുട്ടികൾ. ഓക്കെ, നമുക്ക് ഇനിയും അറിയാൻ ഒത്തിരി ബാക്കി. അതാണ് ഈ ക്വിസിൻ്റെ സന്ദേശം. ക്വിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനും മത്സര പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള ഒരു മാർഗമാണ് ക്വിസ്. അല്ല, ചിലർ പറയും ക്വിസിലൂടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആളാകാൻ പറ്റില്ല. അറിവ് നേടാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗം മാത്രമാണ് ക്വിസ്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. അത് വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്വിസ് വളരെയധികം ഉപകരിക്കും. വായിക്കുക, വളരുക, വിജയിക്കുക. അതാണ് 5 ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കും, എന്നിട്ട് ഉത്തരം ഒരുമിച്ച് വരണം. ഒരു ചോദ്യത്തിന് 10 മാർക്ക്, മൈനസ് മാർക്ക് ഇല്ല. അപ്പോൾ 1, 2, 3, 4, 5 നമ്പർ ഉണ്ട്. ഒരെണ്ണം ഉത്തരം അറിഞ്ഞൂടെങ്കിൽ ഒരു മലയിടുക. 5 എണ്ണം ശരിയാക്കിയാൽ 50 മാർക്ക്. അങ്ങനെ ഉള്ള റൗണ്ടുകളായിരിക്കും. ഒരു റൗണ്ടിൽ 5 ചോദ്യം. ഓക്കെ, ഈ ചരിത്ര മുഹൂർത്തവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇടതുവശത്ത് അതിൻ്റെ ഇമേജ് കാണാം. നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഏത് വർഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് വേണ്ട ഏത് മാസം, ഏത് ദിവസം? 1957. ഏത് മാസം, ഏത് ദിവസം?